ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എത്രത്തോളം പവർ ഉണ്ടായിക്കോട്ടെ, സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, നമ്മൾ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും പല കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഉത്കണ്ഠപ്പെടാൻ തുടങ്ങിയാൽ, പേടിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നേരായ രീതിയിൽ ജീവിക്കാൻ കഴിയില്ല. ലൈഫിലെ പല പല കാര്യങ്ങളെ ഓർത്തുള്ള ഈ ഉത്കണ്ഠ അല്ലെങ്കിൽ ഈ പേടി പിന്നീട് നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ളതിന് കാരണമായി മാറും. ഏത് തരത്തിലുള്ള ഒരു ഉത്കണ്ഠ, ഒരു പേടിയുമായി കൊള്ളട്ടെ, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്കണ്ഠ ഉണ്ടെങ്കിൽ കൂടി അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഈ പറയുന്ന 3 സ്റ്റെപ്സ് ഉള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. നാളെ നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങളെ അലട്ടുകയാണെങ്കിൽ, നിങ്ങൾ ഈ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നത്തെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടു, ആ പ്രശ്നത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വഴക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അടി കിട്ടുമായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും ഉപദേശിക്കുമായിരിക്കും. അത്തരത്തിലുള്ള തെറ്റുകൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക. അല്ലാതെ ജയിലിൽ പിടിച്ചിടാനോ അല്ലെങ്കിൽ പോലീസ് പിടിക്കാനോ തക്കതായിട്ടുള്ള ഒരു തെറ്റായിരിക്കില്ല ഒരുപക്ഷെ നിങ്ങൾ ചെയ്തിരിക്കുക. ചെറിയ ചെറിയ ഔട്ട്കംസ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകാൻ തക്കതായിട്ടുള്ളൊരു പ്രശ്നം മാത്രമായിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക. അതാദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഔട്ട്കം അല്ലെങ്കിൽ ആ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. മനസ്സാലെ നിങ്ങൾ സ്വീകരിക്കുക. അതായത് ഇത്രയ്ക്കിത്ര സംഭവിക്കത്തുള്ളൂ. ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ ബിസിനസ് തകർന്നു, നിങ്ങൾ അത്രയും നാളും സമ്പാദിച്ച നിങ്ങളുടെ സൽപ്പേരിന് കളങ്കം പറ്റി, അത്രേ സംഭവിച്ചുള്ളല്ലോ. നിങ്ങളുടെ മനസ്സ് ചിന്തിക്കേണ്ടത് ഇത്രയ്ക്കിത്ര സംഭവിച്ചുള്ളൂ. നാളെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ബിസിനസ് ഞാൻ തിരിച്ചു പിടിക്കും, നഷ്ടപ്പെട്ടു പോയ എൻ്റെ സൽപ്പേര് ഞാൻ തിരിച്ചു പിടിക്കും. ഈ ഒരു മൈൻഡ് സെറ്റോടെ നിങ്ങൾ ആ പ്രശ്നത്തെ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ നിങ്ങൾ സ്വീകരിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നതോടെ നിങ്ങളുടെ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ള ആ പ്രശ്നത്തെ ഒരവസരമാക്കി മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ കമ്പനിയിലെ മെഷീന് കുറച്ച് തകരാറുണ്ട്. ആ മെഷീൻ്റെ വിലയെന്ന് പറയുന്നത് 20,000 രൂപയാണ്. ഒരു 5,000 രൂപയുടെ പണി ആ മെഷീന് ചെയ്തു കൊടുത്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ആ മെഷീൻ്റെ സഹായത്തോടെ ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് 50,000 രൂപ വരെ ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് 20,000 രൂപയുടെ ആ മെഷീനും അതിൻ്റെ പരിഹാരമെന്ന് പറയുന്നത് വെറും 5,000 രൂപയുടെ ഒരു റിപ്പയറിംഗ് കോസ്റ്റ് മാത്രമായിരുന്നു. എന്നാൽ അതിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയത്, ആ മെഷീൻ്റെ സഹായത്തോടെ ഉണ്ടാക്കിയത് ഏകദേശം 50,000 രൂപയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സംഭവിക്കാൻ ചാൻസ് ഉള്ള ഭാഗത്ത് അത് കൃത്യമായി കണ്ടുപിടിച്ച് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുക, അതിനെ നേരെയാക്കിയെടുക്കാൻ ശ്രമിക്കുക. ആദ്യം പ്രശ്നവും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും കണ്ടുപിടിക്കുക, അതിനുശേഷം ആ ആഫ്റ്റർ എഫക്റ്റിനെ നിങ്ങൾ സ്വീകരിക്കുക, അതിനുശേഷം അത് സംഭവിക്കാൻ ചാൻസ് ഉള്ള ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ അത് ചെയ്യുക. ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ നിങ്ങളുടെ ഒരു അവസരമാക്കി മാറ്റുക. ഈ ടെക്നിക്കിൽ പറഞ്ഞിരിക്കുന്ന ഈ 3 സ്റ്റെപ്സ് നിങ്ങളൊന്ന് പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ 80% പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നമ്മൾ പ്രശ്നമെന്ന് കരുതുന്ന പലതും ചിലപ്പോൾ ഒരു പ്രശ്നമേ ആയിരിക്കില്ല. അതിൻ്റെ ഔട്ട്കം സംഭവിച്ചു കഴിയുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത്. സംഭവിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇത് അത്രമേൽ വലിയൊരു പ്രശ്നമായിരുന്നില്ലല്ലോ, ഞാൻ വെറുതെ ഇതോർത്ത് തല പുണ്ണാക്കുകയായിരുന്നു എന്നൊക്കെ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഐഡിയാസും ഒക്കെ ബെറ്റർ ആക്കുന്ന തക്ക രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്ത് നിങ്ങൾ പരമാവധി ബിസി ആകാൻ ശ്രമിക്കുക. നമ്മളെ അലട്ടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഇതും ഒരു പരിഹാരം തന്നെയാണ്. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.